സാറേ ഈ ചെക്ക് മാറാൻ പറ്റൂല എന്ന് അപ്പുറത്തെ സാറ് പറഞ്ഞു. ഈ ചെക്ക് മാറാൻ പറ്റൂല എന്ന് അപ്പുറത്തെ സാറ് പറഞ്ഞു. അച്ഛൻ്റെ പെൻഷൻ വാങ്ങിക്കാനാണ്. അപ്പൊ എന്താ ഈ ചെക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അത് മാറാൻ എന്താ കുഴപ്പം? അല്ല, എന്തോ മസ്റ്റർ ചെയ്യണോ നിങ്ങളുടെ പറഞ്ഞു. മസ്റ്റർ ചെയ്യണോ? മസ്റ്റർ ചെയ്യാണ്ട് എങ്ങനെ ചെക്ക് മാറണം? മസ്റ്റർ ചെയ്യാണ്ട് ചെക്ക് മാറാൻ പറ്റൂല. സാറേ അതെന്താണ് മസ്റ്റർ? എന്താണ് മസ്റ്റർ? എന്താ മസ്റ്റർ നിങ്ങൾക്ക് അറിയില്ല? എനിക്കറിയില്ല, ഞാനിപ്പോഴാണ് അറിയണത്. ഇപ്പം മാറാൻ വേണ്ടി ചെന്നപ്പോൾ 2 സാർമാരാണ് പറഞ്ഞത് മസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു. മസ്റ്റർ എന്താന്ന് അറിയില്ല? എനിക്കറിയില്ല സാർ. ഇപ്പൊ നിങ്ങളിപ്പോ എത്ര മാസമായി ഇപ്പൊ ഈ ചെക്ക് മാറി കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട്? എത്ര മാസമായി? ഇതിപ്പോ 8-9 മാസവും. ഇക്കണ്ട കാലം ചെക്ക് മാറി കൊണ്ടുപോയിട്ട് മസ്റ്റർ എന്താന്നുള്ളത് നിങ്ങൾക്ക് പെടുത്തല്ല. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. അല്ല അതെ, നിങ്ങൾക്കിപ്പോ എത്ര പ്രായം? എത്ര? എനിക്കിപ്പോ 30. അതും സംശയമാണ് നിങ്ങൾക്ക്? അത് നിങ്ങൾക്ക് അറിയില്ല? നിങ്ങൾ എത്ര വരെ പഠിച്ച്? ഞാൻ +2 വരെ പഠിച്ച്. നിങ്ങൾക്ക് മസ്റ്റർ അറിയില്ല? +2 വരെ പഠിച്ച നിങ്ങൾക്ക് അച്ഛൻ്റെ ഇതൊക്കെ മാറി കൊണ്ടുപോകണം. 8-9 മാസമായിട്ട് ഇത് മാറി കൊണ്ടുപോകണം. നിങ്ങൾക്ക് മസ്റ്റർ അറിയില്ല? എന്തെന്നാ ഇപ്പം ഇതിനൊക്കെ ഒരു നിങ്ങള് പ്രായമായ ആൾക്കാരുടെ പെൻഷൻ നിങ്ങൾ മേടിക്കാനും അത് ചിലവാക്കാനൊക്കെ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ്. അതിന്റെ ഓഫീസ് കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ അവർക്കറിയില്ല. സാറേ ഇതിപ്പോ ഇതുവരെ ആരും ഇതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. അല്ല അതന്നെ, ഇപ്പൊ നിങ്ങളിപ്പോ ഈ 5-8 മാസം ഇപ്പൊ നിങ്ങളിപ്പോ ഈ പെൻഷൻ വാങ്ങി പോയപ്പോ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? ഇതുവരെ ഒന്നും സംഭവിച്ചില്ല, പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇനി മസ്റ്റർ ചെയ്യണോ? അല്ലാണ്ട് പറ്റൂല സാറേ. മസ്റ്റർ എന്താണ് എനിക്കറിയണ്ടേ? അതായത് എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാർ ഓഫീസിൽ നേരിട്ട് വന്ന് സൈൻ ചെയ്യണോ? അങ്ങനെ സൈൻ ചെയ്തിട്ടാണ് ഇപ്പൊ അത് അതിന്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ. അല്ല അപ്പൊ മസ്റ്റർ എന്ന് വെച്ചാൽ? അല്ല അതന്നെ മസ്റ്റർ എന്ന് പറഞ്ഞാല്, അതായത് ഇപ്പൊ അത് അങ്ങനെ പെൻഷൻ മേടിക്കുന്ന ആൾക്കാർ ഇവിടെ നേരിട്ട് വന്ന് സൈൻ ചെയ്യണ കാര്യത്തിനാണ് മസ്റ്റർ എന്ന് പറയുന്നത്. അവര് നേരിട്ട് ഇവിടെ വരണം. അതെ, അതായത് ഈ ആള് മരണപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെടണ്ടേ? അത് ഇപ്പോഴാണ് മസ്റ്റർ എന്താണെന്ന് മനസ്സിലായപ്പോഴാണ്. പിന്നെ സാറേ അച്ഛൻ തീരെ വയ്യാതെ കിടക്കുകയാണ്. ആർക്ക്? അച്ഛന് നടക്കാൻ പറ്റുന്നില്ല. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഇയാള് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് കൂടി ഞങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ തന്റെ അച്ഛൻ മരിച്ചിട്ടാണ് താൻ ഈ ചെക്ക് ഒപ്പിടാൻ പറഞ്ഞെങ്കിലോ? അച്ഛൻ മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ല, അതിപ്പോ ഇങ്ങക്കല്ലേ ഇപ്പൊ അത് അറിയുള്ളൂ. അത് നിങ്ങളുടെ കാര്യവും. പക്ഷെ ഇത് ഒഫീഷ്യലായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടണ്ടേ? ഈ വയ്യാതിരിക്കുന്ന ആളിനെ ഇനിയിപ്പോ എങ്ങനെ സാറേ ഇങ്ങോട്ട്? ഇപ്പൊ നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ നിർബന്ധമായിട്ട് ഇവിടെ കൊണ്ടുവരണം. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് അച്ഛനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റാത്തൊരു സ്റ്റേജ് ആണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് അവിടെ വന്നിട്ട് ബോധ്യപ്പെടണം ഈ ആള് ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ എന്റെ കൂടെ സാർ ഞാൻ ഇപ്പൊ കൊണ്ടുപോയി ഇപ്പൊ നമുക്ക് ഒരുമിച്ച് പോയിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവന്നാക്കാം. അങ്ങനെയൊന്നും പറ്റില്ല. അത് നിങ്ങളുടെ അച്ഛൻ സുഖമില്ലാതെ കിടപ്പാണെന്നുള്ളത് ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടുന്ന് വരലൊക്കെ. മാത്രമല്ല അത് വരുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഞങ്ങൾ ഇവിടുന്ന് വന്ന് നോക്കണതിൻ്റെതായിട്ടുള്ള ഒരു ചിലവും കാര്യങ്ങളൊക്കെ വരും. ചിലവെന്ന് പറയുമ്പോൾ ചിലവന്നെ ചിലവ്. ഇന്നിപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഈ കായ് വാങ്ങാന്ന് പറഞ്ഞാൽ അതിപ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട കായൊന്നുമല്ല. നിങ്ങളിപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ പെൻഷനല്ലേ, അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതും അർഹതപ്പെട്ട മുതലൊന്നും അല്ല. അപ്പം അങ്ങനെ അർഹതപ്പെടാത്തൊരു മുതൽ എന്ന് പറഞ്ഞാൽ അത് മേടിച്ചിട്ട് നമ്മളന്നെ വീങ്ങലല്ല. അത് മേടിച്ചത് വിതരണം ചെയ്യണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു നിലപാട്. വിതരണം ചെയ്യണമെന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യണ്ടേ? അപ്പൊ സാറിന് ഞാൻ വിതരണം ചെയ്യണം. എനിക്ക് വിതരണം ചെയ്യണമെന്നല്ല. അതങ്ങനെ ആരാ പറഞ്ഞ? എനിക്ക് വിതരണം ചെയ്യണം എന്നുള്ളതല്ല. അത് എനിക്കെന്തായാലും തരണല്ലോ, എനിക്ക് തരണോ. അത് കൂടാണ്ട് പിന്നെ എൻ്റെ കൂട്ടത്തിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് ഉണ്ട്, അവർക്കൊക്കെ കൊടുക്കണം. എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് അർഹതപ്പെട്ടാത്ത മുതലാണ് നിങ്ങൾ കൈവൊക്കെ വെക്കുന്നത് നന്നല്ല, ശരിയല്ല. എന്നാ സാറേ ഞാൻ അച്ഛനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. അച്ഛൻ കിടപ്പിലാന്നല്ലേ പറഞ്ഞത്? കിടപ്പില്ല. പിന്നെ എങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നത്? അതെങ്ങനെയെങ്കിലും കൊണ്ടുവന്നല്ലേ പറ്റൂ, സാറിന് ബോധ്യപ്പെടണമല്ലോ. അത് മെല്ലെ കൊണ്ടുവന്നാ മതി, വയ്യാത്ത ആളല്ലേ, വല്ല തിരക്കൊന്നും അടിക്കണ്ട. കുറച്ച് ധൃതിയുണ്ട് സാറേ. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിയാലേ പെൻഷൻ കാശ് കിട്ടുള്ളൂ. അതത്രേ ഉള്ളൂ. അപ്പൊ എന്നാ നാളെ തന്നെ കൊണ്ടുവരാം. നാളെ എന്നാ അങ്ങനെ ഞങ്ങള് കൊണ്ടുവരാം. അല്ല നിങ്ങൾക്ക് ഇപ്പൊ ഈ പെൻഷൻ കാശ് അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ വരുമാനമൊന്നും സ്വന്തമായിട്ടില്ലേ? വേറെ വരുമാനം ഉണ്ട്, എങ്കിലും ഈ കാശ് കയ്യിൽ കിട്ടുമ്പം വല്ലാത്തൊരു സന്തോഷമാണ്. ശരി, അതുണ്ടാവും. വെറുതെ കിട്ടല്ലേ? അല്ല, ചെറുപ്പത്തില് ഒരു മുട്ടായി വാങ്ങിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്ത് പൈസ ചോദിക്കുമ്പം അച്ഛൻ തരൂല. 25 പൈസ ചോദിച്ചാ തരൂല. അത് കഴിഞ്ഞ് +2 വന്ന സമയത്ത് ഒരു 10 രൂപ കൂടുതൽ ചോദിച്ചാ
അതും തരൂല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇത് വാങ്ങിക്കുമ്പോ ഇപ്പൊ ഇങ്ങനെ വാങ്ങിയാതെ ഒന്നും കിട്ടാത്തൊരു മുതൽ ഇപ്പൊ കിട്ടുമ്പോഴുള്ളൊരു സുഖം അത് അങ്ങനെ വേണം ചങ്ങായിക്ക്. അത് ശരി. അപ്പൊ എന്നാ ശരി. അപ്പൊ എന്നാ നാളെ അച്ഛനെയും കൊണ്ട് വായോ. ശരിയാക്കാം. അപ്പൊ അങ്ങനെ ആള് വരട്ടെ. അല്ല ഇനി അച്ഛൻ വന്നതിന് വേറെ എന്തെങ്കിലും പേപ്പർ എന്തെങ്കിലും വേണ്ടി വരുന്ന പേപ്പറൊക്കെ എന്താ നിങ്ങൾക്ക് അറിയാവുന്നേ ഉള്ളൂ. അച്ഛനെ കൊണ്ടുപോവാ. അല്ല അത് മനസ്സിലായില്ല. അല്ല വേണ്ടി വരും. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പേപ്പറുകൾ വേണ്ടി വരും. അത് അതിന്റെ പുറകിൽ അതിന്റെ കാര്യങ്ങൾക്കൊക്കെ അച്ഛനെ കൊണ്ട് നിങ്ങൾ കേട്ടോ.